أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت خيلتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والعاقبة للمتقين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന, കൂലിപ്പണി ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 5 ഇസ്മുകളെക്കുറിച്ചാണ്. ഏതാണ് 5 ഇസ്മുകൾ? അത് ചൊല്ലിയാലുള്ള നേട്ടം എന്താണ്? അത് എപ്പോൾ ചൊല്ലണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ, അല്ലാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട, ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകളാണ് യാ കവിയു യാ മതീനു യാ ഹക്കീമു യാ അല്ലാഹ്. എന്നത് അല്ലാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളിൽ പെട്ടതാണ്. യാ കവിയു യാ മതീനു യാ ഹക്കീമു യാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ തിരുനാമങ്ങൾ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മുകൾ, നാമങ്ങൾ ചേർത്ത് ഒരു പ്രാർത്ഥനയാണ് ഇത്. ഈ ദിക്റിൻ്റെ പ്രധാന മഹത്വങ്ങളും ഗുണങ്ങളും ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തൊരാവശ്യമാണോ, യാ കവിയോ സർവശക്തനായവൻ, യാതൊരു ബലഹീനതയും ഇല്ലാത്തവൻ. യാ മതീൻ അതിശക്തനായവൻ, ഒരിക്കലും തളർച്ചയോ കോട്ടമോ സംഭവിക്കാത്തവൻ. യാ ഹക്കീം അത്യാഘാതമായ ജ്ഞാനമുള്ളവൻ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിയന്ത്രിക്കുന്നവൻ. യാ അല്ലാഹ് ആരാധനയ്ക്ക് അർഹനായ ഏക ഇലാഹ് എന്നാണ് ഈ 4 ഇസ്മുകളുടെ അർത്ഥം. യാ കവിയു യാ മതീനു യാ ഹക്കീമു യാ അല്ലാഹ്. പൊതുവായ ആവശ്യങ്ങൾക്ക് ഏറ്റവും ഉത്തമം 100 തവണ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം 100 തവണ പതിവാക്കുക. ഇത് ഉദ്ദേശങ്ങൾ സഫലമാകാനും മനക്കരുത്ത് ലഭിക്കാനും വളരെ നല്ലതാണ്. 33 തവണ സമയക്കുറവുള്ളവർ ഉള്ളപ്പോൾ ഓരോ നിർബന്ധ നിസ്കാരത്തിന് ശേഷവും 33 തവണ വീതം ചൊല്ലി പ്രാർത്ഥിക്കാം. അതുപോലെ
ശത്രുഭയത്തിൽ നിന്നുള്ള സംരക്ഷണം, അക്രമികളായ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാം. ഈ ദിക്ർ പതിവാക്കുന്നത് ഉത്തമമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മാനസികവും ശാരീരികവുമായ കരുത്ത്, ജീവിതത്തിൽ പ്രയാസങ്ങളും തളർച്ചയും അനുഭവപ്പെടുമ്പോൾ ഈ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിന് ദൃഢതയും ശരീരത്തിന് ഉന്മേഷവും നൽകുന്നു. പ്രതിസന്ധികളിൽ ആശ്വാസം ലഭിക്കാൻ, കഠിനമായ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അല്ലാഹുവിൻ്റെ ഹിക്മത്തിൽ, ജ്ഞാനത്തിൽ അഭയം പ്രാപിക്കാനും ക്ഷമ കൈവരിക്കാനും ഇത് സഹായിക്കുന്നു. തിരുനാമങ്ങളിലെ കൃത്യത, അതുപോലെ ബിസിനസ്, പഠനം, ഔദ്യോഗിക ജീവിതം എന്നിവയിൽ ശാരീരികമായ തീരുമാനങ്ങൾ എടുക്കാൻ യാ ഹക്കീം എന്ന നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നതായി അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്മാർഗം, തൗഫീഖ് ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കഠിനമായ പ്രതിസന്ധികളും ശത്രുശല്യവും മാറിക്കിട്ടാൻ 116 തവണ ശാരീരികമോ മാനസികമോ ആയ വലിയ തളർച്ചകൾ മാറാനും സുരക്ഷിതത്വം ലഭിക്കാനും ദിവസവും 116 തവണ ചൊല്ലുന്നത് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നു. യാ ഖവിയ്യു യാ മതീനു യാ ഹക്കീമു യാ അല്ലാഹ് എന്ന ഈ പ്രാർത്ഥന കഠിനമായ പ്രതിസന്ധികളും ശത്രുശല്യവും മാറിക്കിട്ടാൻ 116 തവണ ചൊല്ലുക. ശാരീരികമോ മാനസികമായ വലിയ തളർച്ചകൾ മാറാനും സുരക്ഷിതത്വം ലഭിക്കാനും ദിവസവും 116 തവണ ചൊല്ലാൻ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നു. അതുപോലെ 313 അല്ലെങ്കിൽ 500 തവണ വളരെ വലിയ ഒരു പ്രയാസമോ തടസ്സങ്ങളോ നീങ്ങാൻ ഒരൊറ്റ ഇരുത്തത്തിൽ, ഉദാഹരണം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 313 തവണയോ ബദരീങ്ങളുടെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ 500 തവണയോ ചൊല്ലി കണ്ണീരോടെ ദുആ ചെയ്യാമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഈ ദിക്റിൻ്റെ ഇത് കൂടുതൽ പൊതുവായ ആവശ്യങ്ങൾക്ക് 100 തവണ ചൊല്ലുക. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പൊതുവായ ആവശ്യങ്ങൾക്ക് 100 തവണ ചൊല്ലാം. അതുപോലെ ചുരുങ്ങിയത് 33 തവണ, സമയക്കുറവുള്ളപ്പോൾ 33 തവണ ചൊല്ലാം. അതുപോലെ കഠിനമായ പ്രതിസന്ധികളും ശത്രുശല്യവും മാറാൻ 116 തവണ ചൊല്ലാം. അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ, അസ്മാഉൽ ഹുസ്ന, യാതൊരു പ്രത്യേക ആവശ്യത്തിനും ആത്മാർത്ഥതയോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ ദിക്റിന് പ്രമാണങ്ങളിൽ ഇത്ര തവണ തന്നെ ചൊല്ലണമെന്ന് നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും ആത്മീയ പണ്ഡിതന്മാരും ഉലമാക്കളും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില സംഖ്യകൾ നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായി 100 തവണ നിങ്ങൾക്ക് ചെല്ലാം. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിക്റാണ് യാ ഖവിയ്യു യാ മതീനു യാ ഹക്കീമു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ലൈക്ക് ചെയ്ത് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.